ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ഒരുപാട് തിരക്കൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിലും ഇതേപോലെ അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ കൂടെ നല്ലൊരു ചമ്മന്തിയും കൂടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക കേട്ടോ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് അതിന് തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയല്ല കേട്ടോ, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ചെറുതായിട്ട് തീരെ കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്താണ് അതും കൂടി ചേർത്ത് കൊടുക്കുക. സവാളയൊന്നും ഒരുപാട് കനം കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ എരിവൊന്ന് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. പച്ചമുളക് പതുക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഒരുപാടങ്ങ് മുരിഞ്ഞൊന്നും പോയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ട് മാത്രമേ ഉള്ളൂ. ഇത് മതിയാകും. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് തീരെ കനം കുറച്ച് കണ്ടോ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. 2-3 തവണ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുന്ന കേട്ടോ. കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റും കൂടി അതേപോലെ തന്നെ തീരെ കനം കുറച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ വെന്ത് വരാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പം ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ശരിക്കും ചൂടൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ആണെങ്കിലും ചേർത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചെറിയൊരു മസാലയൊക്കെ ഉണ്ടാക്കി ചേർക്കുമ്പോൾ നമ്മുടെ അരിപ്പൊടിയുടെ ആ ഒരു പച്ചച്ചുവ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വഴറ്റി റെഡിയാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് വഴറ്റിയാൽ മതി. തീരെ കനം കുറച്ച് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്നോളും. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും, ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട. പതുക്കെ ഒന്ന് ചൂട് കയറി നന്നായിട്ടൊന്ന് ആയി വന്നാൽ മാത്രം മതി. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അരിപ്പൊടിയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ തന്നെ എടുക്കുക. തീരെ ചെറിയ ബൗൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇളക്കി എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഇതിനകത്തേക്ക് 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് നമ്മുടെ ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒരു 2.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 കപ്പ് ഒന്ന് ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി 1.5 കപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, 1 കപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തപ്പോഴേക്കും അത്യാവശ്യം നല്ല കട്ടിക്ക് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി 1 കപ്പും കൂടി ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ലൂസായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ ചൂടോടുകൂടി തന്നെ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയിലേക്ക്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതേപോലെ ക്യാരറ്റും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും സവാളയൊന്നും വേവിച്ചിട്ട് ചേർക്കണമെന്ന് നിർബന്ധമില്ല, പച്ചവെണ്ണ തന്നെ ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വേവിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ആ മസാലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് വന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 1 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, നമ്മുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് തീരെ കനം കുറച്ച് ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ലാതെ ഇതേപോലെ ലൂസായിട്ടിരിക്കുന്ന ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മൾ റെഡിയാക്കി വരുമ്പോൾ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ ആ അളവൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇനിയിപ്പോൾ നേരെ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഒട്ടും തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് വെക്കണമെന്നില്ല. ചൂടായ ഒരു പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഇതേപോലെ കോരി ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ അപ്പം ദോശയൊക്കെ റെഡിയാക്കുന്ന ആ ഒരു പരുവത്തിലല്ലാതെ കുറച്ചും കൂടി ലൂസായതുകൊണ്ടാണ് ഇതേപോലെ കോരി ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കണ്ടോ, ഒരു വശം ഒന്ന് പതുക്കെ ഒന്ന് റെഡിയായി വന്നു കഴിയുമ്പോൾ കുറച്ച് എണ്ണയൊന്ന് നമുക്ക് മേളിലേക്കിടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും പതുക്കെ ഒന്ന് സ്പ്രെഡും കൂടി ചെയ്ത് കൊടുക്കാവേ. ഇനി അടിവശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടതാ ഇതിപ്പോൾ പതുക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു നനവോട് കൂടിയിട്ട് ഒട്ടും തന്നെ മുരിയാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്.
കണ്ടോ, ഇത് നോക്കിയാൽ കുറച്ചും കൂടി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ നടുഭാഗത്തിൻ്റെ കളറൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ടൊന്ന് മാറി ഒന്നിങ്ങും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മറിച്ചിട്ട് കൊടുത്ത് മറുത്ത വശവും കൂടി റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വന്ന ശേഷം മാത്രമായിട്ട് എടുക്കാനായിട്ട് പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പൊടിയുടെ ഒരു പച്ചച്ചോവ ഉണ്ടാവും. അതാ 2 വശം നന്നായിട്ട് മൊരിഞ്ഞ് ശരിക്കും ക്രിസ്പി ആയിട്ട് വരുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ അടുത്തതും നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളയപ്പമൊക്കെ റെഡിയാക്കാൻ എടുക്കുന്ന ആ ഒരു സമയമല്ല, കുറച്ചും കൂടി സമയമൊന്നും വേണ്ടി വരും കേട്ടോ. നന്നായിട്ട് അടിവശവും എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതുവരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നോക്കി നിന്നിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരു വശം റെഡിയായി കഴിയുമ്പോൾ കുറച്ച് എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ മേളിക്കടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. 2 വശം നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അരിപ്പൊടി കൊണ്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കൂടെ തന്നെ ഒരു ചമ്മന്തിയും കൂടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി ചമ്മന്തിയോ തേങ്ങ ചമ്മന്തിയോ ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, കളറൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ ആ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു ചുമപ്പ് കളറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞ നമ്മുടെ ദോശ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. കൂടെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ഹെൽത്തിയായിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.